ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജലിസ് കറികൾ. നമ്മൾ ഇന്നെ വന്നിട്ടുണ്ട് ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് കേട്ടോ. നാളികേരം ഇല്ലാത്ത മീൻകറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. നല്ല തിക്ക് ഗ്രേവി ആയിട്ട് മീൻകറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. സിമ്പിൾ റെസിപ്പി കേട്ടോ. ഇത് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ കഴിക്കാൻ പറ്റേ. നമുക്ക് കുറച്ച് ചെറിയുള്ളി എടുക്കാം കേട്ടോ. ചെറിയുള്ളി കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. ചെറിയുള്ളി എടുക്കുക. ഞാൻ കുറച്ചും ചെറിയുള്ളിയും കുറച്ച് സവാളയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പകുതി സവാളയും പിന്നെ ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതേപോലത്തെ വെറും 3 വെളുത്തുള്ളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഉണക്കമീനില്ലേ, ഉണക്കമാന്തലിൻ്റെ കറി കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് ഈ സവാളയും ചെറിയിലും ജസ്റ്റ് ഒന്ന് വാടി വരണം കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല തിക്കായിട്ട് ഗ്രേവി കിട്ടും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 തക്കാളി, നല്ല പഴുത്ത തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ചെറുതായിട്ട് വാടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. സിമ്പിൾ റെസിപ്പി കേട്ടോ. നമുക്ക് തക്കാളി കൂടി ഇട്ട് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് തക്കാളി കൂടി വാടി വരണം കേട്ടോ. ആ സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നാളികേരം ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇത് ഞാൻ ഉണക്കമീൻ വെച്ചിട്ടാണ് ഉണ്ടാക്കണേ, അല്ലെങ്കിൽ സാധാരണ മീൻ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ പൊറോട്ടൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ചപ്പാത്തിയും പൊറോട്ടയും ഇടിയപ്പം ചോറ് ഏതിൻ്റെ കൂടെ ആയാലും കുട്ടി കഴിക്കാൻ പറ്റില്ല റെസിപ്പി കേട്ടോ. ജസ്റ്റ് ഒന്ന് വാടി വരട്ടെ. അതിനുശേഷം നമുക്കിതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ സാമ്പാർ പുളി ഇല്ലേ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വാടൻപുള്ളി അതാണ് കേട്ടോ. കുടംപുള്ളി ചേർത്ത് കൊടുക്കാറില്ല. നമ്മളിഷ്ടം ഏതായാലും ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി കൂടാൻ പാടില്ല കേട്ടോ. ഇനി അതേപോലത്തെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ പൊടികളുണ്ട് പച്ചമണം മാറുമ്പോഴേക്കും ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ചൂടാറിയ ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലൊക്കെ ഇട്ടിട്ട് ഇത് പേസ്റ്റായിട്ട് അരച്ച് കൊണ്ടുവരാം. ചൂട് കംപ്ലീറ്റ് പോയ ശേഷം മാത്രം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ച് കൊണ്ടുവരാമേ. ഇതൊന്ന് അരച്ച് കൊണ്ടുവരാം കേട്ടോ. കണ്ട, ഇവിടെ മാത്രം കുറച്ച് സമയം വേണമല്ലോ. അതിനുശേഷം പറ്റിന് കറി റെഡിയായിട്ട് കിട്ടും കേട്ടോ. കണ്ട, ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ട് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടി എടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ചും ഉലുവായിട്ട് എടുക്കുക. അതേപോലത്തെ കറിവേപ്പിലയും. ഇനി നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല, ആ പേസ്റ്റ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ സെയിം മിക്സിയുടെ ജാറിലേക്ക് തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുക. ഗ്രേവി വേണ്ടേ. ഇത്രയല്ല കേട്ടോ.
നല്ല സിമ്പിൾ കറിയല്ലേ. ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ ഇതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം കേട്ടോ. കണ്ട ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ സമയം കൊണ്ട് നോക്കാം ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെന്ന് നോക്കാം കേട്ടോ. എരിവ് കുറവുണ്ടെങ്കിൽ പച്ചമുളക് ഇട്ടാൽ മതി കേട്ടോ. കണ്ട നമ്മൾ മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് തിളച്ച ശേഷം ഓഫാക്കാം കേട്ടോ. മീനിട്ട ശേഷം ഒരു 2 മിനിറ്റ് തിളച്ച ശേഷം ഓഫാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ കാച്ചി വയ്ക്കണമെങ്കിൽ കാച്ചി വയ്ക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.